പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അംബികാസുധൻ മങ്ങാടിൻ്റെ ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് വസുദേവയ്യരുടെ ഈ ഭൂമി എന്നാണ്. ഒരു അരവട്ടോ മുക്കാൽ വട്ടോ ഒക്കെയുള്ള ഒരു പ്രൊഫസറുടെ കഥയാണ് വസുദേവയ്യരുടെ ഈ ഭൂമി എന്ന കഥ. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. വസുദേവയ്യരുടെ ഈ ഭൂമി, അംബികാസുധൻ മങ്ങാട്. വസുദേവയ്യർ ഇന്ന് പെൻഷനാവുന്നു. യാത്രയയപ്പിനു ചേർന്ന അന്തരീക്ഷമേ അല്ല, മറിച്ച് ഒരു അനുമോദന യോഗത്തിനുള്ള ഒരു കൂട്ടങ്ങളാണോ ഇതൊക്കെയെന്ന് ആരും സംശയിച്ചു പോകും. തമാശകളിലൊന്നും പങ്കുചേരാൻ കഴിയാതെ മാറി നിന്നു. യോഗം ആരംഭിക്കാനുള്ള സമയമായെന്ന് ഫാദർ അറിയിച്ചു. വസുദേവയ്യർ ഇനിയും എത്തിയിട്ടില്ല. യാത്രയയപ്പിൻ്റെ കാര്യം തന്നെ അയ്യർ മറന്നേക്കുമോ എന്ന് ആരോ തമാശ പൊട്ടിച്ചു. ശരിയാണ്, റിട്ടയർമെൻറ്റിനോടടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർക്കേണ്ടത്, എന്തൊക്കെയാണ് മറക്കേണ്ടത് എന്ന് വസുദേവയ്യർക്ക് തിരിച്ചറിയാൻ കഴിയാതായല്ലോ. എന്നാൽ ഗേറ്റിങ്കൽ സമയത്തിനു തന്നെ വസുദേവയ്യർ പ്രത്യക്ഷപ്പെട്ടു. പതിവ് പോലെ വിയർത്ത് കുളിച്ച് നനഞ്ഞ് ഒട്ടിയ ഷർട്ടുമായിട്ട്. ഇതുപോലെ ഈ കാലം അത്രയും ദേരങ്ങാടിയിൽ നിന്നും നടന്നു വരികയായിരുന്നു വസുദേവയ്യർ. ഒരിക്കലും റിക്ഷയിലും ബസ്സിലും കയറുന്നത് കണ്ടിട്ടില്ല. പൊരി വെയിലിൽ ഒരൊറ്റ നടത്തം. ഇടത്തുകൈ മുന്നോട്ട് എറിഞ്ഞ് വായുവിൽ തുഴയുന്നു. വലതുകൈ കൊണ്ട് പുസ്തകത്തോടൊപ്പം മുണ്ടിൻ്റെ തുമ്പ് ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോൾ ഇടതു കാൽമുട്ടോളം വെയിൽ കൊള്ളും. മടക്കി കുത്തുമ്പോൾ തിരിച്ചറിയാം അയ്യരുടെ ഒരു വെളുത്ത കാലും കറുത്ത കാലും. ഫാദർ ഇറങ്ങി വന്ന് സ്വീകരിച്ചു. പിന്നെ വേദിയിലെ കസേരയിലേക്ക് വസുദേവയ്യരെ ആനയിച്ചു. മുറിക്കൈ ഷർട്ടിൻ്റെ മുകളിലോട്ട് കയറിയ കൈകൾ വലിച്ചു താഴ്ത്തി അദ്ദേഹം കസേരയിൽ ഇരുന്നു. കറുത്ത കരയുള്ള മുണ്ട് കാൽപാദങ്ങളിലെ നഖങ്ങൾ വരെ മൂടത്തക്ക വിധത്തിൽ മുന്നിലേക്ക് താഴ്ത്തി വെച്ചു. പിന്നെ നെറ്റിയിലും കഴുത്തിലും നനഞ്ഞൊഴുകുന്ന വിയർപ്പ് ഉറുമാലെടുത്ത് അമർത്തി തുടച്ചു. അപ്പോൾ അവിശ്വസനീയമായ ഒരു കാഴ്ച കാണായി. പ്രൊഫസർ ജാനകി അമ്മാളുടെ വരവ്. പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റി. യാത്രയയപ്പ് യോഗത്തിൻ്റെ ഭാഗത്ത് ജാനകി അമ്മാളുടെ നിഴലേ ഉണ്ടാവുകയില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചവരാണ് എല്ലാം. ബദ്ധവൈരികളായിട്ടാണ് വസുദേവയ്യരും ജാനകി അമ്മാളും അറിയപ്പെടുന്നത് തന്നെ. കോളേജിൻ്റെ ആരംഭകാലം തൊട്ടുള്ള രണ്ട് പേര്. യോഗം ആരംഭിച്ചു. വസുദേവയ്യരുടെ അപദാനങ്ങളെ ആരെല്ലാമോ കീർത്തിച്ചു. സംസാരത്തിനിടയിൽ എവിടെയോ വച്ച് ഫാദർ നിരുദ്ധകണ്ഠനായി. ഭാവഭേദം ഒട്ടുമില്ലാതെ നിർജീവമായ മുഖത്തോടെ വസുദേവയ്യർ എല്ലാം കേട്ടിരുന്നു. ഇടയ്ക്ക് ഇരു ചുമലുകളിലേക്കും ശിരസ് മാറിവെച്ചു. വിയർപ്പിൻ്റെ മണത്തിൽ വന്നിരിക്കുന്ന ഈച്ചകളെ ഉകോടെ ആട്ടി. വസുദേവയ്യരുടെ ഈ ചെയ്തികൾ ആരിലൊക്കെയോ ചിരിയുണർത്തി. കൂട്ടം കൂടിയിരുന്ന സയൻസ് ബ്ലോക്കിലെ ടീച്ചേഴ്സിനിടയിലെ കുശുകുശുക്കലുകളും അടക്കിപ്പിടിച്ച തമാശകളും പൊങ്ങി. മർമ്മങ്ങൾക്കു മധ്യേ വീണ്ടും ഒരു അത്ഭുതം. ജാനകി അമ്മാൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്നു. ഈ ദൃശ്യം പലർക്കും അവിശ്വസനീയമായി. അമ്പരന്ന സദസ്സിനെ ആകമാനം അവർ നിശബ്ദമാക്കി കളഞ്ഞു. കഷ്ടപ്പെട്ട് മെനഞ്ഞെടുത്ത ഒരു പുഞ്ചിരിയോടെയാണ് ജാനകി അമ്മാൾ തുടങ്ങിയത്. മനസ്സ് തുറന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോയാൽ അയ്യരും ബാക്കിയുള്ളവരും മാപ്പു തരണമെന്ന് ആദ്യമേ അവർ ക്ഷമ ചോദിച്ചു. ഒരു കലഹത്തിന് ജാനകി അമ്മാൾ വട്ടം കൂട്ടുകയാണോ? പക വീട്ടാനുള്ള അവസരങ്ങളൊന്നും ജാനകി അമ്മാൾ നഷ്ടപ്പെടുത്താറില്ല. ഇതൊരു സുവർണ അവസരമായി അവർ കരുതുമോ? വാക്കേറ്റം മൂത്ത് കയ്യാങ്കളി വരെ എത്തിയിട്ടുണ്ട് ഇവരുടെ ലഹള. ഒരിക്കൽ ഇടയിൽപ്പെട്ടതാണ്. വസുദേവയ്യർ അസഭ്യം കൊണ്ട് അവരെ മൂടുകയായിരുന്നു. കുറേയൊക്കെ ജാനകി അമ്മാൾ തിരിച്ചു പറഞ്ഞു. പിന്നെ അവർക്ക് ചെവി പൊത്തേണ്ടി വന്നു. കേൾവി അസഹ്യമായപ്പോൾ കരച്ചിലായി.
എന്നാൽ വളരെ ശാന്തമായി ജാനകി അമ്മാൾ സംസാരിച്ചു. പകവീട്ടലിൻ്റെ ധ്വനികളേയില്ല, ആർദ്രമായ വാക്കുകൾ. ഓരോ വരിയിലും അയ്യരോടുള്ള മനം മുട്ടിയ ആദരവ്. സ്മരണകളുടെ ക്ലാവ് പുരണ്ട പഴയ കാലത്തിലേക്ക് ജാനകി അമ്മാൾ നടന്നുപോയി. ഓർമ്മയുടെ നനവാർന്ന പഴയൊരു ചിത്രം അവർ ഉയർത്തിക്കാണിച്ചു. വളരെ വളരെ വർഷങ്ങൾക്കു മുമ്പാണ്. ഒരു പെരുമഴയത്ത് തമിഴ്നാട്ടിൽ നിന്നും ഒരു പെൺകുട്ടി അപ്പോയിൻമെൻ്റ് ഓർഡറുമായി ഊടുവഴികളിലൂടെ തപ്പിത്തടഞ്ഞ് വരമ്പുകളിൽ വഴുതി വീണ് കശുമാവിൻ പറമ്പിലൂടെ വഴികൾ തെറ്റി നേരായ വഴികൾ ചോദിച്ചറിഞ്ഞ് നനഞ്ഞൊലിച്ച് കോളേജിലെത്തുന്നു. വർക്കിംഗ് ഡേ ആയിരുന്നിട്ടും ഒരാളനക്കവുമില്ല. അമ്പരപ്പ് തീരാതെ കുറേ നേരം അങ്ങനെ നിന്നു. ഒരു മുറിയിൽ മാത്രം ആരോ ചെന്നു നോക്കിയപ്പോൾ ഒരാൾ മേശയിൽ കയറിയിരുന്ന് മുക്കാലിയിലേക്ക് കാലുകൾ ഇറക്കി വച്ച് രസത്തിൽ ബീഡി വലിക്കുന്നു. നിലത്ത് മുട്ടോളം വെള്ളം. മുറിയിലേക്ക് ചോരുന്ന മഴത്തുള്ളികൾ. മൂർത്തിയിൽ വീഴാതിരിക്കാൻ ഷർട്ട് അഴിച്ച് തഴലയിൽ കെട്ടിയിട്ടുണ്ട്. വെളുത്ത ഒരു മനുഷ്യൻ, 3 ഇഴ പൂണൂൽ നഗ്നമായ നെഞ്ചിൽ ഇണ പിരിഞ്ഞ് കിടന്നു. ജാനകി അമ്മാൾ സംശയിച്ച് അകത്തേക്കു കയറി. വെള്ളത്തിലിറങ്ങാനുള്ള മടിയിൽ മുക്കാലിയിൽ തന്നെ അയാൾ എണീറ്റു നിന്നു. അപ്പോൾ അയാളുടെ തല വിട്ടത്തിന് തൊട്ടില്ല എന്നായി. ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അധ്യാപകനാണ്, VM വസുദേവയ്യർ. ഒന്നുകൂടി അയാൾ പറഞ്ഞു, മഴ പെയ്താൽ ഇങ്ങനെയാണ്, ക്ലാസുകൾ ഉണ്ടാവില്ല. ഒരു നിധി പോലെ ജാനകി അമ്മാൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചിത്രം. കാലത്തിൻ്റെ നരവീഴാത്ത സ്ഫുടമായ ഒരോർമ്മ. 2 ഓലഷെഡുകളിൽ ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ ആദ്യകാലങ്ങളിലേക്ക് ജാനകി അമ്മാൾ സദസ്യരെ മുഴുവൻ കൊണ്ടുപോയി. മഴക്കാലങ്ങളിൽ സ്ഥിരമായി അടച്ചിടുന്ന കോളേജ്, മാനേജറുടെ വീട്ടുവരാന്തയിൽ ഓഫീസ്. ഓർമ്മകളിൽ ഇരുണ്ടുപോയ ഒരു കാലവും ദേശവും വെളിപ്പെടുകയായിരുന്നു. ശ്ലഥചിത്രങ്ങൾ ഓരോന്നും ചേർത്ത് വയ്ക്കാൻ ജാനകി അമ്മാൾ നന്നേ ബുദ്ധിമുട്ടി. താമസിക്കാനൊരിടമില്ലാതെ വലഞ്ഞപ്പോൾ ദേരങ്ങാടിയിലെ തറവാട്ടിലേക്ക് വസുദേവയ്യർ ജാനകി അമ്മാളെ കൊണ്ടുപോയി. കരിമ്പിൻ തോട്ടങ്ങളിലൂടെയും തെയ്യക്കാവുകളിലൂടെയുമുള്ള ആ യാത്ര ജാനകി അമ്മാൾ ഇന്നും മറന്നിട്ടില്ല. കണ്ടപ്പോൾ തന്നെ അയ്യരുടെ അമ്മയ്ക്ക് ആ പെൺകുട്ടിയെ വളരെ ഇഷ്ടമായത്രേ. ജാനകി അമ്മാൾ തുടർന്നു, ഒരു വീട് ശരിയാവുന്നതുവരെ 6-7 മാസക്കാലം ഞാൻ അവിടെയായിരുന്നു, ദേരങ്ങാടിയിലെ ആ 4 കെട്ടിൽ. പിന്നെ പൊടുന്നനെ ജാനകി അമ്മാൾ നിശബ്ദയായി. തേട്ടി വരുന്ന ഓർമ്മകളുടെ ബാഹുല്യത്തിൽ അവർ വീർപ്പുമുട്ടി. നിലവുകളുടെ ആർദ്രമായ ഇഴകളിൽ ഏതൊക്കെയാണ് ഉയർത്തിക്കാണിക്കേണ്ടത്? ഈശ്വരാ, പറയരുതാത്തത് എന്തൊക്കെയാണ്? വിവേചന ശക്തിയില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ ജാനകി അമ്മാൾ സ്വയം നഷ്ടപ്പെട്ടു. ഭൂതകാലത്തിൻ്റെ ഉർവരമായ ഹരിതഭൂമികൾ അവരുടെ കണ്ടമിടറി. വിചാരിച്ച വാക്കുകൾ പുറത്തേക്ക് വരാതെ തൊണ്ടയിലൂടെ താഴോട്ടിറങ്ങി. സംസാരിക്കാൻ കഴിയാതെ അവർ അങ്ങനെ കുറേ നേരം നിന്നു. ഈ കാഴ്ച നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. ഒരു കസേര നീക്കിയിട്ട് ഇവിടെ ഇരുന്നോളൂ എന്ന് സൗമ്യസ്വരത്തിൽ ഫാദർ ക്ഷണിച്ചു. ജാനകി അമ്മാൾ ഇരുന്നില്ല. കണ്ഠശുദ്ധി വരുത്തി. ഏതാനും നിമിഷങ്ങൾ കൂടി എടുത്ത് തുടർന്നു, ഞങ്ങൾ പലതവണ അടികൂടിയിട്ടുണ്ട്. തെറ്റുകളെല്ലാം എൻ്റേതാണെന്ന് ഞാൻ ഇപ്പോഴും ഏറ്റുപറയുന്നു. ഏറ്റുപറഞ്ഞപ്പോഴൊന്നും അയ്യര് ക്ഷമിച്ചു തന്നിട്ടില്ല. ഈ അവസാന നിമിഷത്തിലെങ്കിലും എന്നോട് പൊറുക്കുമെന്ന് കരുതട്ടെ. പെട്ടെന്ന് അവരുടെ ശബ്ദം ആർദ്രമായി. യാചനയുടെ സ്വരത്തിൽ അയ്യരെ നോക്കി. അയ്യർ മുഖമേ ഉയർത്തിയില്ല. ആത്മാർത്ഥതയോടുകൂടി വളരെ കാലം ജോലി ചെയ്ത ഒരാളാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കാലിടറി. അതാവർത്തിച്ചപ്പോൾ അദ്ദേഹം എല്ലാവർക്കും ഒരു കോമാളിയായി. സത്യത്തിൽ നാം എല്ലാവരും കൂടി ഈ മനുഷ്യനെ സ്പോയിൽ ചെയ്യുകയായിരുന്നു. ഒരു കരച്ചിൽ പോലെ ജാനകി അമ്മാളുടെ ശബ്ദമുയർന്നു. പിന്നെ അവർക്ക് തുടരാനായില്ല. താങ്ങാനാവാത്ത ഭാരം പെട്ടെന്ന് തലയിൽ കയറ്റി വെച്ചതുപോലെ അവരുടെ കാലുകൾ ഇടറി. പിന്നെ കസേരയിലേക്ക് തളർന്നിരുന്നു. വാസ്തവത്തിൽ എന്നു മുതൽക്കാണ് വാസുദേവയ്യരുടെ കാലുകൾ ഇടറി തുടങ്ങിയത്? നിഗൂഢമായി അവശേഷിക്കുന്ന ആ ഭൂതകാലങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും ചെകിടോർത്തിരുന്നത്. അവിടെ എത്തിയപ്പോൾ ജാനകി അമ്മാൾ എന്തോ നിശബ്ദയായി. വസുദേവയ്യർ
എന്ന പൂണൂലൂരി നേത്രാവതിയിലേക്ക് വലിച്ചെറിഞ്ഞത്. കുട്ടികൾ എന്നു മുതൽക്കാണ് ഈ ചരിത്രം പ്രൊഫസറെ കൂവലോടെ സ്വീകരിച്ചു തുടങ്ങിയത്? പക്ഷേ ഒന്നറിയാം, ഔദ്യോഗിക ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ ക്ലാസ് മുറിയിലെ ബഹളങ്ങൾ സമനിലയോടെ നോക്കിക്കാണുവാൻ പ്രൊഫസർക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. ഭ്രാന്തമായ ആവേശത്തോടെ വസുദേവയ്യർ കുട്ടികൾക്കു നേരെ എടുത്തു ചാടി ബഹളമുണ്ടാക്കുന്നവരെ എണീപ്പിച്ചു നിർത്തി. തേച്ചാലും കുളിച്ചാലും പോവാത്ത പുലഭ്യങ്ങൾ കൊണ്ട് അഭിഷേകിച്ചു. അടങ്ങിയിരിക്കുന്നവരും ഇരകളായി. വരാന്തയിലൂടെ നടക്കുമ്പോൾ ചെവി പൊത്തേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ മറക്കാൻ കഴിയാത്ത ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഏതോ ഒരു ബുധനാഴ്ച വസുദേവയ്യരുടെ ക്ലാസ് മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള അട്ടഹാസങ്ങൾ, പിന്നാലെ കുട്ടികളുടെ കൂവലിനു മീതെ വീണ്ടും ഭീഷണിയുടെ ഖഡ്ഗങ്ങൾ. ക്ലാസ് മുറിയിൽ നിന്നും വസുദേവയ്യർ പെട്ടെന്ന് ഇറങ്ങി ഓടി വന്നു. സ്റ്റാഫ് മുറിയിലെത്തിയപ്പോൾ എന്താണ് മാഷേ ഉണ്ടായതെന്ന് ചോദിച്ചു. വാസുദേവയ്യർ വല്ലാതെ കിതയ്ക്കുകയും വിയർക്കുകയും ചെയ്തു. ഉത്തരം പറയാതെ അയ്യർ എന്നെ ബാത്റൂമിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വാതിലടച്ചു. ബോൾട്ടുകൾ ഓരോന്നും ശരിക്കു വീണിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം വാസുദേവയ്യർ പറഞ്ഞു, ആ ഇടമന തന്ത്രിയുടെ മകൻ ഗണേശ, അവൻ ഇന്നും കുരുത്തക്കേടാക്കി. ക്ലാസ് തുടങ്ങിയപ്പോഴതാ അവൻ്റെ വലങ്കൈ വളർന്ന് അങ്ങനെ വരുന്നു. പാമ്പ് പോലെ ബെഞ്ചുകളിലൂടെ ഡെസ്കുകളിലൂടെ കയറി മറിഞ്ഞു വരികയാണ്. പിന്നെ ഫസ്റ്റ് ബെഞ്ചിലെ ഒരു പെൺകുട്ടിയുടെ ചുമലിൽ കയറി താളം പിടിക്കുന്നു. കീഴ്ച്ചുണ്ട് കടിച്ചമർത്തി അവൾ ആകെ തരിച്ചിരിക്കുന്നു. ഞാനൊന്നും അറിയുന്നില്ല എന്നവൻ കരുതി. പെട്ടെന്ന് വളരെ നാടകീയമായി ഞാൻ അവനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. കൈ പൂർവ്വസ്ഥിതിയിലാക്കി ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൻ എഴുന്നേറ്റു. അപ്പോൾ അവൻ്റെ കൈവിരലുകളും ചുണ്ടുകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നായി മറ്റു കുട്ടികൾ. കൈ വളർത്തി അവൻ പെൺകുട്ടിയുടെ ചുമലിൽ താളം പിടിക്കാൻ തുടങ്ങിയത് ഞാൻ അവരെ കേൾപ്പിച്ചു. അപ്പോൾ കുട്ടികൾ ഒന്നടങ്കം ആർത്ത് ചിരിച്ചു. കുട്ടികളെല്ലാവരും ഒത്തു കളിക്കുകയാണെന്ന് ഗണേശ അപ്പോഴെനിക്ക് ബോധ്യായിട്ടോ. ഞാൻ പറഞ്ഞു, വികൃതി പിള്ളേരെ, ഇവനെ സൂക്ഷിക്കണം. ഇവൻ ആ ഇടമന തന്ത്രിയുടെ മകനാണ്. കൺകെട്ട് വിദ്യ കൂടപ്പറപ്പാണ്. കുട്ടികൾ വീണ്ടും ചിരിയായി. ഒരുത്തൻ എണീറ്റ് പറഞ്ഞു, സാറേ, ഓൻ ഒരു തന്ത്രിയുടെ മോനല്ല, ദാമോദരൻ നായരെ മോനാണ്. ഒരു പച്ച പാവം. വീണ്ടും ബഹളമായി. മിണ്ടാതിരിക്കാൻ എന്ന് ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി. കുട്ടികൾ അടങ്ങിയപ്പോൾ ഞാൻ അവനോട് മേശക്കരികിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. വിറ കൂടിയതല്ലാതെ അവൻ അനങ്ങിയില്ല. അവനെ പുളിച്ച തെറി വിളിച്ചു. എന്നിട്ടും ഇറങ്ങി വരാൻ മടിച്ചപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു. അപ്പോൾ അവൻ ഒരു നായയെ പോലെ വാലാട്ടി അടുത്തേക്ക് വന്നു. ഗണേശ, സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. പ്രൊഫസർ ശബ്ദം താഴ്ത്തി. അവൻ അങ്ങനെ എൻ്റെ നേർക്ക് വരികയാണ്. അവൻ്റെ വലങ്കൈ പാൻറ്റിൻ്റെ പോക്കറ്റിലായിരുന്നു. ആ പോക്കറ്റിൽ പീശാങ്കത്തി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പെട്ടെന്ന് ഞാൻ അവനോട് നിൽക്കാൻ പറഞ്ഞു. 2 അടി പിന്നോട്ട് മാറാൻ പറഞ്ഞു. 4 അടി. എൻ്റെ ഭയങ്കരമായ കൂറ്റിൽ കത്തിയെടുക്കാനുള്ള അവൻ്റെ ധൈര്യം ചോർന്നു പോയിരിക്കണം. അങ്ങനെ തന്ത്രത്തിൽ അവനെ സീറ്റിൽ തന്നെ നിർത്തി ആ മുറിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ അവനെ എന്നെ കൊന്നേനെ ഗണേശ. വാസുദേവയ്യർ അപ്പോഴും കിതയ്ക്കുകയായിരുന്നു. ആരും ഉപദേശിക്കാൻ പോയില്ല. ഉപദേശങ്ങളുമായി ചെന്നവരോടൊക്കെ വസുദേവയ്യർ തട്ടിക്കേറി. എല്ലാവരും അയ്യരിൽ നിന്നും വഴിമാറി നടന്നു. എന്നാൽ കാണുമ്പോഴൊക്കെ ഗണേശ ഗണേശ എന്ന് വിളിച്ച അയ്യർ എൻ്റെ അടുത്ത് വന്നു. ഏതു നിസ്സാര കാര്യത്തിനും ഒരിക്കൽ മുഷിഞ്ഞു നാറിയ ഒരു 5 രൂപ നോട്ടുമായിട്ടാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, ഗണേശ, നിന്റെ വീട്ടിൻ്റെ അടുത്തല്ല ബാങ്ക്, ഇതൊന്ന് മാറ്റി തരുമോ? പിറ്റേന്ന് മടക്ക് വീഴാത്ത ഒരു പുത്തൻ നോട്ട് വസുദേവയ്യരെ ഏൽപ്പിച്ച് അത് വാങ്ങി. ചൂടാറിയിട്ടില്ലല്ലോ എന്ന് അയ്യർ അത്ഭുതപ്പെട്ടു. പിന്നെ മണത്തു. കണ്ണുകൾ വിടർന്നു. ഗണേശ, ബാങ്ക് നിറയെ നോട്ടുകളായിരിക്കുമോ? ഞാൻ ഉവെന്നു തലയാട്ടി. ബാങ്കിൽ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ. ദിവസം ഓരോ അട്ടി നോട്ടുകൾ വാരിക്കൊണ്ടരായിരുന്നു. കൂമ്പാരത്തിൻ്റെ അടിയിൽ നിന്നും ഒരട്ടി എടുത്താൽ ആരറിയാനാണ്?
എൻ്റെ പരിചയത്തിൽ ബാങ്കിൽ ജോലിയുള്ള ഒരു സ്ത്രീയുണ്ട്. ഗണേശൻ അറിയോ, അവൾ ഒരു ദിവസം തിരിച്ചു വന്നപ്പോൾ എന്നെ ബാഗ് തുറന്നു കാട്ടി. അട്ടിവെച്ച പുത്തൻ നോട്ടുകെട്ടുകൾ. എന്നും അവൾ അങ്ങനെയാണത്ര വരിക. അവരുടെ വീട് നിറയെ ആഭരണങ്ങളാണ്. കട്ടില് പോലെ സ്വർണം പൂശിയതാണത്രേ. ഒരിട നിർത്തി പ്രൊഫസർ ചോദിച്ചു, ബാങ്കിൽ ഒരു ജോലി കിട്ടാൻ വല്ല വഴിയുണ്ടോ ഗണേശ? ഒരു തൂപ്പ് ജോലിയെങ്കിലും മതിയായിരുന്നു. സദസ്സ് വീണ്ടും നിശബ്ദമാകുന്നു. മറുപടി പ്രസംഗത്തിനായി വസുദേവ് അയ്യർ എഴുന്നേറ്റതാണ്. ഇറുകിയ കുപ്പായം വലിച്ചു താഴ്ത്തി അദ്ദേഹം മൈക്കിന് മുന്നിലേക്ക് വന്നു. മുണ്ടിൻ്റെ കറുത്ത കര ഒന്ന് മുന്നിലേക്ക് പിടിച്ചിട്ടു. സദസ്യരെ കാര്യമായിട്ടൊന്നും ഗൗനിച്ചില്ല. വളരെ ഒതുങ്ങിയ ശബ്ദത്തിലാണ് വസുദേവ് അയ്യർ സംസാരിച്ചത്. സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നതിൽ വലിയ ദുഃഖമൊന്നും തനിക്കില്ലെന്ന് ആദ്യമേ അയ്യർ പറഞ്ഞു. കുടുംബ പ്രാരാബ്ധങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ പ്രത്യേകിച്ചു. ഒരിക്കൽ ഇത് വേണ്ടിവരുമെന്ന് അറിയാമായിരുന്നു. നിങ്ങളെല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു യോഗം ഞാൻ നേരത്തെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. ആ സ്ത്രീ ജാനകി അമ്മാള് പറഞ്ഞതൊക്കെ നോണയാണ്. സദസ്സിനെ സിംഹാവലോകനം ചെയ്ത് ഒരു കനത്ത പരിഹാസ ചിരിയോടെ അയ്യര് പറഞ്ഞു. കല്ല് വെച്ച നോണ. ദേരങ്ങാടിയിലെ എൻ്റെ തറവാട് വീട് അവർ കണ്ടിട്ടേ ഇല്ല. അവരെ ഞാൻ അവിടേക്ക് കൊണ്ടുപോയിട്ടും ഇല്ല. എൻ്റെ അമ്മ ഞാൻ ഇവിടെ ജോലിക്ക് ചേരുന്നതിന് മുമ്പേ മരിച്ചിരുന്നു. ഈ ഇത്ര ഭംഗിയായി നുണകൾ പറയാൻ കഴിയുന്ന മറ്റൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ എനിക്കിഷ്ടമായിരുന്നു. അവരെ കുടുംബമായിട്ട് കുട്ടികളായിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ കാണുന്നതും ഇഷ്ടമാണ്. പക്ഷേ അവരുടെ നുണകൾ ഞാൻ പലതും ഓർത്തിരിക്കുന്നുണ്ട്. മറക്കാൻ കഴിയാത്തവ. പെട്ടെന്ന് മൂക്കും വായും സാരി തലപ്പ് കൊണ്ട് മൂടി പിടിച്ച് ജാനകി അമ്മാൾ എഴുന്നേറ്റ് പോയി കളഞ്ഞു. വസുദേവ് അയ്യർ ഒന്നും കണ്ടതായേ നടിച്ചില്ല. മേൽക്കീശയിൽ നിന്നും ഉറുമാലെടുത്ത് സാവധാനത്തിൽ മുഖവും കഴുത്തും തുടച്ചു. അക്ഷുബ്ധനായി വസുദേവ് അയ്യർ സംസാരിച്ചു. അമിതമായ ഈ ശാന്തത 2-3 ദിവസമായി അയ്യരുടെ പ്രത്യേകതയായിരുന്നു. ഇന്നലെ ആര്യവേപ്പിൻ്റെ ഒരു ചെടിയുമായിട്ടാണ് അയ്യർ കോളേജിലേക്ക് വന്നത്. നടക്കാൻ പ്രായമായിട്ടില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ ആ കൊച്ചുമരത്തെ അയ്യർ ശരീരത്തോട് ചേർത്തു പിടിച്ചു. വിരലുകളിൽ ഇലകൾ ഓരോന്നെടുത്ത് ഓമനിച്ചു. പിന്നെ 2-3 ക്ലാസുകളിൽ നിന്ന് കുട്ടികളെ വിളിച്ചിറക്കി. മൺവെട്ടി എടുത്ത് കുഴി കുത്തി നിലത്ത് മുട്ടുകൾ കുത്തി വേണ്ടത്ര കരുതലോടെ അയ്യര് തന്നെ ആര്യവേപ്പ് നട്ടു. കുട്ടികൾ വെള്ളമൊഴിച്ചു. എന്തോ കുട്ടികൾ കൂവാൻ മറന്നു. വളരെ കാലം കൂടി കാണുന്നത് പോലെ അവർക്ക് അയ്യരോട് സ്നേഹം തോന്നി. അയ്യരുടെ ചുറ്റും കൂടി അവർ ലഘുവായ ഓരോ തമാശകളിൽ നേരം പോക്കി. അടക്കിപ്പിടിച്ച ചിരി സദസ്സിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നു. പ്രസംഗത്തിനിടയിൽ വസുദേവ് അയ്യർ സ്ഥലകാലങ്ങൾ മറന്ന് ചരിത്രത്തിലേക്ക് വഴുതിപ്പോയതാണ്. സദസ്സ് ക്ലാസ്സിലെ കുട്ടികളായി ഒരവസരം പാർത്തിരുന്നു കിട്ടിയതുപോലെ സദസ്യർ മതിമറന്നു ചിരിച്ചു. ഫാദർ എണീറ്റ് ചെവിയിൽ എന്തോ മന്ത്രിച്ചപ്പോൾ വസുദേവ് അയ്യർ പ്രസംഗം അവസാനിപ്പിച്ചു. ആരോടും പ്രത്യേകമായിട്ട് യാത്രയൊന്നും പറഞ്ഞില്ല. എങ്കിലും പലരും വസുദേവ് അയ്യരുടെ കൈ പിടിച്ചു കുലുക്കി. പോകാൻ നേരം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. എൻ്റെ കണ്ണുകളിൽ അല്പനേരം നോക്കി നിന്നു. പിന്നെ ഒന്നും ഉരിയാടാതെ ഇറങ്ങിപ്പോയി. ഗേറ്റിനടുത്തെത്തിയപ്പോൾ വസുദേവ് അയ്യർ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. തലേന്ന് ആ കുഴി കുത്തിവെച്ച ഇലകളിൽ ജീവൻ പിടിച്ചു തുടങ്ങുന്ന ആര്യവേപ്പിനെ കൗതുകത്തോടെ നോക്കി. നനവിൻ്റെയും തൃപ്തിയുടെയും സമൃദ്ധിയിൽ ആര്യവേപ്പ് അയ്യരെ കണ്ടപ്പോൾ സ്നേഹത്തോടെ തലയാട്ടി. അയ്യർ ശ്രദ്ധയോടെ ചുറ്റും നോക്കി. ആരും കാണുന്നില്ലെന്ന് നല്ല ബോധ്യമായപ്പോൾ ആര്യവേപ്പിൻ്റെ ആ കുഞ്ഞു തൈ ധൃതിയിൽ പിഴുതെടുത്ത് 4 മടക്കി കൈവെള്ളയിൽ ചുരുട്ടിക്കൂട്ടി വാസുദേവ് അയ്യർ ഗേറ്റ് കടന്നു. പിറ്റേന്ന് കാലത്ത് ആര്യവേപ്പിൻ്റെ ആ ചെടിയുമായി ഒരു കുട്ടി വന്നു. ആര്യവേപ്പിനെ ചുരുട്ടിക്കൂട്ടി ഓടയിലേക്ക് വലിച്ചെറിയുന്നത് അവൻ കണ്ടിരുന്നു അത്രേ. വീണ്ടും തളിർക്കുമോ എന്നറിയാൻ കൊണ്ടുവന്നതാണ്. അപ്പോഴെൻ്റെ കൂടെ വസുദേവ് അയ്യരുടെ ഒഴിവിലെത്തിച്ചേർന്ന പുതിയ ചരിത്രാധ്യാപകൻ ഉണ്ടായിരുന്നു. ഒന്നും മനസ്സിലാവാതെ അയാൾ മിഴിച്ചു നിന്നു. മണി മുഴങ്ങിയതോടെ കുട്ടികൾ ക്ലാസ് മുറിയിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ പതിവ് പോലെ ഒരു കൈ ആകാശത്തിൽ തുഴഞ്ഞ് മറുകൈകൊണ്ട് പുസ്തകവും മുണ്ടിൻ്റെ തുമ്പും ഉയർത്തി വിയർപ്പിൽ കുളിച്ച് വസുദേവ് അയ്യർ വളരെ ധൃതിയിൽ ഗേറ്റ് കടന്നു വന്നു. ഞാൻ കണ്ണുകൾ ആവർത്തിച്ച് മിഴിച്ചു നോക്കി. നടുക്കത്തോടെ എനിക്ക് ബോധ്യപ്പെട്ടു, അതെ, വസുദേവ് അയ്യർ.
ഗേറ്റ് കയറി അതേ വേഗതയിൽ ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങളുമായി വസുദേവയ്യർ എന്നെ സമീപിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, മണി അടിച്ചോ ഗണേശ? ഇന്ന് ഞാൻ വൈകിയോ ഗണേശ?